140 കുട്ടികളാണ് ഇതുവരെ ഞങ്ങളുടെ ഷോയിൽ വന്നു പോയത്. അതിൽ 142 കുട്ടികൾ എന്ന് ടെലിവിഷനിലോ സിനിമയിലോ പരസ്യത്തിലോ വരുന്നുണ്ട്. അത് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ എക്സാക്ട് ഗ്രൂമിങ്, അത് 1 ദിവസത്തെ 2 ദിവസത്തെ ഗ്രൂമിംഗ് അല്ല, 6 മാസത്തെ കണ്ടിന്യൂസ് ഗ്രൂമിംഗ് കൊടുത്ത് ഇന്റർനാഷണൽ ആളുകളെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് അപ്രാപ്യമായ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഒരു വേദി ഒരുക്കിയിരിക്കുകയാണ് സുന്ദരിക്കുട്ടി. അതിലൂടെ 140 കുട്ടികളെ ചെയ്തോ. പക്ഷെ ഒരു കാര്യമുണ്ട്, അടിവസ്ത്രം കാണുന്ന രീതിയിലുള്ള പുറം വസ്ത്രവും ആ ആന്തരിക എനിക്കറിയില്ല. എവിടേക്കാ നോക്കുന്നത് എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആസ് എ വുമൻ, നമ്മുടെ എല്ലാ സെൻസസിലും ഏറ്റവും പവർഫുൾ വിഷനാ. സൗന്ദര്യത്തിലെടുത്ത് നമ്മൾ നോക്കും. ആൻഡ് നമ്മള് സൗന്ദര്യം എന്ന് പറയുന്നത് എക്സ്പോഷർ അല്ല, അതിന്റെ ഒരു ബ്യൂട്ടി ഉണ്ട്, ഒരു ഗ്രേസ് ഉണ്ട്. അത് ഫൈൻ ട്യൂൺ ചെയ്യുന്നതാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നഗ്നത എന്നുള്ളത് ഒരു പെർസെപ്ഷൻ അല്ലേ, ഇവരുടെ ചിന്തയിലുള്ള ഒരു മിസ്റ്റേക്ക് അല്ലേ എന്നാണ് എന്റെ ചോദ്യം. അത് വിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞല്ലോ, ഇവിടെയാണ് സെക്ഷൽ ഡൈമോർഫിസം ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. അതായത് ആണിന്റെ വിഷനും പെണ്ണിന്റെ വിഷനും വ്യത്യസ്തമാണ്. ആണ് പെണ്ണിന്റെ നഗ്നത കാണുന്നത് വ്യത്യസ്തമായിട്ടാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സയൻസിനെ നിഷേധിക്കരുത്. ആണ് സ്ത്രീയുടെ നഗ്നത കാണുമ്പോൾ അവിടെ അവനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായ ചിന്തകൾ ഉണ്ടാകും എന്നുള്ളത് പ്യുവർ സയൻസ് ആണ്. അല്ലല്ല, അത് പ്യുവർ സയൻസ് ആണ്. പ്യുവർ സയൻസ്, പ്യുവർ സയൻസ് അല്ല. ഞാൻ ഒറ്റ ക്ലാരിഫിക്കേഷൻ. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്താ അറിയോ, ഈ പുരുഷൻ അങ്ങനെ ഒന്നും തോന്നണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? ഇതൊരു ആർട്ട് ഫോം ആയിട്ട് എന്തുകൊണ്ട് കാണുന്നില്ല? എന്തിനാ ആ രീതിയിൽ ആ കണ്ണുകൾ കൊണ്ട് കാണുന്നത്? ബയോളജി നിഷേധിക്കരുത്. ഞാനൊരു ബയോളജി അധ്യാപകനാണ്. ബയോളജി നിഷേധിക്കരുത് ദയവേത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബയോളജി നിഷേധിക്കരുത്. ഇവരെല്ലാവരും ശാസ്ത്ര നിഷേധികളാണ്. ശാസ്ത്രത്തെ നിഷേധിക്കുകയാണ്. കാരണം ഒരു സയൻസ് ആണ് ഇത്. ഞാൻ പറയുന്ന ഒബ്ജക്റ്റീവായ സയൻസ് ആണ്. നിഷേധിക്കാൻ പറ്റുമെങ്കിൽ നിഷേധിക്കാം. അതായത് ഒരു സ്ത്രീയുടെ ഫാഷൻ ഷോ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഡിസൈനർ ഷോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി കാണിക്കാന്നുള്ളതല്ല, അവരുടെ ഡ്രസ്സ്, ഓരോ കമ്പനികളുടെ ഡ്രസ്സ് കാണിക്കാന്നുള്ളതാണ് ഡിസൈനർ ഷോ എന്ന് വെച്ചാൽ. അല്ലാണ്ട് ഫാഷൻ ഷോ ഒരു സെക്കൻഡ്, അത് ബിക്കിനിയുടെ ഇറങ്ങിപ്പോയ ഡ്രസ്സും ബിക്കിനിയുടെ ഷോ കാണിക്കേണ്ടി വരും.